പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ നീ? നിന്റെ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളിൽ ജയം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഇന്നും പഴയ പോലെയാണോ നിന്റെ ജീവിതം? പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് നാവ്. നിന്റെ നാവിനെ അടക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യാക്കോബ് 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നിന്റെ നാവ് എങ്ങനെയുള്ളതാണെന്ന് നീ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. വമ്പ് പറയാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണോ നീ? നിന്റെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് എതിരായി സംസാരിക്കാറുണ്ടോ? നാവ് കൊണ്ട് ഫോഷ്കാണോ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഇന്നും ഇതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ മാനസാന്തരപ്പെടുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ നാവിനെ വിട്ടുകൊടുക്കുക. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ സാധ്യമാണ്. നിന്റെ നാവിനെ കർത്താവിനായി വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ നാവിൽ സത്യം സംസാരിക്കുവാൻ ലാവണ്യമുള്ള വാക്കുകൾ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ദൈവം നിയന്ത്രിക്കുവാൻ ശക്തൻ. നിന്റെ കണ്ണ് എങ്ങനെയുള്ളതാണെന്നൊന്ന് ശോധന ചെയ്ത് നോക്കിയേ. നിന്റെ കണ്ണ് കർത്താവിന് യോഗ്യമായത് മാത്രമാണോ കാണുന്നത്? അതോ മ്ലേച്ഛകരമായ ദൈവം വെറുക്കുന്ന പാപങ്ങളാണോ നീ കാണാൻ ആഗ്രഹിക്കുന്നത്? മത്തായി 5-ാം അധ്യായം 28-29 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നിന്റെ കണ്ണിപ്പോഴും പാപമാണോ കാണുന്നത്? നിർത്തുക. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കീഴടങ്ങുക. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറന്നുപോയോ? നിന്റെ കാതുകൾ ദൈവശബ്ദം കേൾക്കാനാണോ അതോ ലോകത്തിൻ്റെ ശബ്ദം കേൾക്കാനാണോ ഇഷ്ടപ്പെടുന്നത്? ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ കാതുകളെ വിട്ടുകൊടുക്കുക. നിന്റെ കാതുകളെ തുറന്ന് ദൈവശബ്ദം കേട്ട് അനുസരിച്ച് നടക്കുവാൻ, നിന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? റോമർ 6-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഫലം കായ്ക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റി നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ ദൈവം ശക്തൻ. ഇനിയുള്ള നിന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിന്റെ ജീവിതം മാറുവാൻ തക്കവണ്ണം നീ ദൈവസന്നിധിയിൽ കീഴടങ്ങിയാൽ ഉറപ്പായിട്ടും ആ ആത്മാവിൻ്റെ ഫലങ്ങൾ നിന്നെ നിറയപ്പെടുകയും അത് യേശുവിനെ നിന്നിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു പാത്രമാക്കി നിന്നെ മാറ്റുകയും അനേകം വ്യക്തികളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഒരാളായി നീ മാറുകയും ചെയ്യും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.